ഇതാ മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് പുലിക്കളിയിൽ നിന്ന് വളരെ വേഗം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു എന്നതാണ് ഇതാ ഈ മണിക്കൂറിൽ വരുന്ന, ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. UAE-യിൽ നിന്നെത്തിയ ആളിന്, UAE-യിൽ നിന്ന് കേരളത്തിലെത്തിയ ആളിന് 38 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണം എന്നും ആരോഗ്യ വകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നേരത്തെ മറ്റൊരാൾക്ക് ഡൽഹിയിൽ ഇത് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ കേസാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു രോഗബാധ സ്ഥിരീകരിക്കുമെന്ന്, കാരണം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്തിമ ഫലം വന്നിരിക്കുന്നു. എന്താണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്? വിജയകുമാർ, മലപ്പുറം ഇടവണ്ണ സ്വദേശിയായ 38-കാരനാണ് നിലവിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങളോടെ യുവാവിനെ കണ്ടെത്തുകയും പിന്നീട് ഈ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇതിൻ്റെ പരിശോധനയ്ക്കായി സാമ്പിളുകൾ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു. ഇതിൻ്റെ പരിശോധനാ ഫലം ഇന്നലെ ലഭിക്കുമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആരോഗ്യവകുപ്പിന് ഔദ്യോഗിക ഫലം ലഭിച്ചിരിക്കുന്നത്. ഈ ഫലത്തിൽ ആണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി ഈ യുവാവിന് എംപോക്സ് എന്ന സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു നിരീക്ഷണമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നടത്തുന്നത്. കാരണം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന ഒരു അസുഖം കൂടിയാണ് എംപോക്സ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് എത്തുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് കൃത്യമായി ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നിലവിൽ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഈ രോഗം ബാധിച്ച വ്യക്തിക്ക് നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. എംപോക്സിന് സമാനമായ ലക്ഷണങ്ങളായിരുന്നു ആദ്യം ഈ യുവാവിനെ കണ്ടെത്തിയിരുന്നത്. കാരണം ഈ ശരീരത്ത് ഈ ചിക്കൻ പോക്സിന് സമാനമായ പാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സമാന ലക്ഷണങ്ങൾ കണ്ടെത്തുകയും യുവാവിനെ പെട്ടെന്ന് തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റുകയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ യുവാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. 2022-ൽ കേരളത്തിൽ നേരത്തെ എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അന്ന് ഈ രോഗം സ്ഥിരീകരിച്ച വ്യക്തി വൈകാതെ തന്നെ രോഗം ഭേദമായി തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ മറ്റ് ലോകരാജ്യങ്ങളിൽ ഉൾപ്പെടെ വലിയ തരത്തിലൊരു വ്യാപനമുണ്ടാക്കുന്ന അസുഖം കൂടിയാണ് എംപോക്സ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശം ലോകവ്യാപകമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ